നമസ്കാരം. പ്രധാന വാർത്തകൾ. മോദി അടുത്ത മാസം അമേരിക്കയിലേക്ക് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ സംസാരിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. വ്യാപാര കരാർ അടക്കമുള്ള വിഷയങ്ങളിലെ തർക്കം കൂടിക്കാഴ്ചയ്ക്ക് മുമ്പായി പരിഹരിക്കാനുള്ള ശ്രമം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത മാസം 26-ന് UN പൊതുസഭയിൽ മോദി സംസാരിക്കുമെന്നാണ് വിവരം. മോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി അമേരിക്കയുമായി ഇന്ത്യ ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ ഓഫീസ് ബോർഡിൽ കരിയോയിൽ. CPM പ്രവർത്തകൻ പിടിയിൽ. ചേറൂർ സ്വദേശിയായ CPM പ്രവർത്തകൻ വിപിൻ വിൽസണാണ് പിടിയിലായത്. വിപിനെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് CPM പ്രവർത്തകർ ബലമായി മോചിപ്പിച്ചിരുന്നു. CPM ഓഫീസിലേക്ക് BJP പ്രവർത്തകർ നടത്തിയ മാർച്ച് അക്രമാസക്തമായിരുന്നു. ഈ സംഭവത്തിൽ BJP CPM പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. 50ഓളം പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ലൈംഗിക അതിക്രമം. 75-കാരനായ ഡോക്ടർ അറസ്റ്റിൽ. ചികിത്സയ്ക്കെത്തിയ യുവതിയോട് ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ ഡോക്ടറെ അറസ്റ്റ് ചെയ്തു. മുൻ സർജൻ പണിക്കാൻമാങ്കുടി ഡോക്ടർ PN രാഘവനാണ് പിടിയിലായത്. മലബന്ധത്തെ തുടർന്ന് ചികിത്സയ്ക്കായി ഡോക്ടറുടെ മുരിക്കുംപുഴയിലുള്ള സ്വകാര്യ ക്ലിനിക്കിലെത്തിയ യുവതിയോടാണ് ഡോക്ടർ അപമര്യാദയായി പെരുമാറിയത്. പെൺകുട്ടിയുടെ വസ്ത്രം അഴിച്ച് പരിശോധിക്കുകയും ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുകയും ചെയ്തതെന്നും പരാതിയിലുണ്ട്. കോതമംഗലത്തെ യുവതിയുടെ ആത്മഹത്യ. പ്രതി റമീസിന്റെ മാതാപിതാക്കളെ ഇന്ന് കസ്റ്റഡിയിലെടുക്കും. ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്താനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പെൺകുട്ടി റമീസിന്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെയും ചോദ്യം ചെയ്യും. യുവതിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് റമീസും കുടുംബവും ചേർന്ന് മതപരിവർത്തനത്തിന് നിർബന്ധിച്ചുകൊണ്ടാണെന്നാണ് കുടുംബത്തിന്റെ പരാതി. റമീസ് തർക്കമുണ്ടാക്കിയതിന് പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിൽ നിന്നും പോലീസിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. റിമാൻഡിലുള്ള റമീസിനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. കേരളത്തിൽ കൂടുതൽ പ്രദേശങ്ങളിൽ മഴ സാധ്യത. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ആന്ധ്ര ഒഡീഷ തീരത്തിന് സമീപം ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കാലാവസ്ഥാ വിഭാഗം. സംസ്ഥാനത്ത് ഇന്ന് കൂടുതൽ പ്രദേശങ്ങളിൽ മഴ പ്രതീക്ഷിക്കാമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. കേരളത്തിൽ അടുത്ത 6 ദിവസം നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയെന്നായിരുന്നു മുന്നറിയിപ്പ്. ഓഗസ്റ്റ് 13, 17, 18 തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും 13-ന് ഒറ്റപ്പെട്ട ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.